വെടിനിർത്തൽ ധാരണയായതിനു ശേഷമുണ്ടായ നമ്മളുടെ രാജ്യത്തിന്റെ സേനാ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ ഈ ധാരണയ്ക്ക് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനമുണ്ടായി. പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടു. വിവരങ്ങൾ നൽകാനായി അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട്. അർജുൻ, നഗ്രോട്ടയിൽ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചോ? ഹിമ, നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സൈന്യത്തിൻ്റെ തന്നെ വൈറ്റ് നൈറ്റ് കോപ്സ് ആണ് ഇപ്പോൾ ഈ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ സന്ദേശം ഞാൻ വായിക്കാം. ഓൺ നോട്ടീസിംഗ് സസ്പീഷ്യസ് മൂവ്മെൻറ്റ് നിയർ ദ പെരിമീറ്റർ അലേർട്ട് സെൻട്രി അറ്റ് നഗ്രോത്ത മിലിറ്ററി സ്റ്റേഷൻ ഇഷ്യൂഡ് എ ചലഞ്ച്. അതായത് നഗ്രോട്ട മിലിറ്ററി സ്റ്റേഷന് സമീപത്ത് ഇത്തരത്തിലൊരു സംശയാസ്പദമായിട്ടുള്ള നീക്കമുണ്ടായി. അതിനെ സംബന്ധിച്ചുള്ള തിരച്ചിൽ നടത്തിയപ്പോൾ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി. ഈ ഏറ്റുമുട്ടൽ അത് വളരെ ഹ്രസ്വ നേരത്തെ മാത്രം നീണ്ടു നിന്നതാണ്. അതിലൊരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ അക്രമി ആരാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല. അത് സ്ഥിരീകരണമില്ല. ആ അക്രമിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. നേരത്തെ പല റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഭീകരനാണ് എത്തിയത്. സൈനിക വേഷം അണിഞ്ഞ്, അതായത് സൈനികരുടെ ഡ്രസ്സുകളടക്കം അണിഞ്ഞുകൊണ്ടാണ് ഈ ഭീകരൻ അവിടെ എത്തിയത് എന്നുള്ള കാര്യം വലിയ റിപ്പോർട്ടുകളായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ ഭീകരനാണോ അത് ഈ സൈനിക വേഷമാണോ എന്നുള്ള കാര്യമൊന്നും തന്നെ ഈ സൈനിക വൃത്തങ്ങളും സേനയും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ള കാര്യം സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നഗ്രോത്ത മിലിറ്ററി സ്റ്റേഷനിൽ, നഗ്രോത്ത സൈനിക സ്റ്റേഷനിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു. ആ ഏറ്റുമുട്ടൽ ഹ്രസ്വ നേരത്തേക്ക് മാത്രമാണ് നീണ്ടുനിന്നത്. അതിലൊരു ജവാന്, ഒരു സൈനികൻ എന്തായാലും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ജമ്മുവിൽ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജമ്മു നഗരത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരമാണ് ഈ നഗ്രോട്ട സൈനിക സ്റ്റേഷനിലേക്ക് ദൂരമായിട്ടുള്ളത്. അവിടെ വെച്ചാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഹ്രസ്വ നേരത്തേക്കെങ്കിലും അവിടെ ഒരു ജവാന് പരിക്കേറ്റിരിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ജമ്മു സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അക്രമി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമായിട്ടില്ല. അയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നാളെയോടുകൂടി ആരാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത് അല്ലെങ്കിൽ അക്രമി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അർജുന, അപ്പോൾ സ്ഥിതിഗതികൾ ഇപ്പോഴും ശാന്തമായിട്ടില്ല. വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നു, അതിന് പിന്നാലെ ആക്രമണം ഉണ്ടാകുന്നു. കുറച്ചു നേരത്തേക്ക് ആക്രമണം ഒതുങ്ങുമ്പോൾ ശരി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിക്കുമ്പോൾ വീണ്ടും ആ ഒരു ആക്രമണം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്യമിടുന്നത് നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് അല്ലേ? ഹിമ, ഇതിലൂടെ മറ്റൊരു സംശയമാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഇന്നിപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ധാരണയുണ്ടായിട്ട് അത് ലംഘിക്കുകയാണ് പാകിസ്ഥാൻ ഉണ്ടായത്. വീണ്ടും ചില നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പാകിസ്ഥാൻ ഇത്തരത്തിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തതും ഈ ഡ്രോണുകൾ അയച്ചതും എന്നുള്ള സംശയം ഇപ്പോൾ ജനിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള സംശയങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഭീകരർ കടന്നു വന്നു സൈനിക പോസ്റ്റുകൾക്കും സൈനിക സ്റ്റേഷനുകൾക്കും നേരെ വെടിയുതിർത്തു എന്നുള്ള കാര്യം പറയുമ്പോൾ ഉണ്ടാവുക. പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴല്ല, അല്ലെങ്കിൽ ഭീകരർക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം സഹായം ചെയ്തു കൊടുക്കാനാണ് സാധാരണ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ, ഈ നിയന്ത്രണ രേഖയ്ക്ക് നേരെ എല്ലാം തന്നെ വെടിവെപ്പ് ഉണ്ടാവുക. ആ ഒരു തരത്തിൽ സംശയം എന്തായാലും ഇപ്പോൾ ഉണ്ട്. ഇത് സംഭവിച്ചിട്ട് 1 മണിക്കൂർ നേരമെങ്കിലും ആയിട്ടുണ്ട്. എന്തായാലും ഈ ഭീകരനെ പിടിച്ചോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ആയിട്ടില്ല. ഈ അക്രമി ആരാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. അത് അടുത്ത മണിക്കൂറുകളിൽ എന്തായാലും സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ജവാനാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ഭീകരന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ അക്രമിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാളെ പിടികൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ച് കൂടുതൽ കാര്യങ്ങൾ സേന തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ അറിയിക്കാനുള്ളത്. തീർച്ചയായും വെടിനിർത്തൽ ധാരണയായതിനു പിന്നാലെ ഇന്ത്യൻ സൈന്യം സേനാ പിന്മാറ്റം നടത്തും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇവിടേക്ക് നുഴഞ്ഞു കയറാം എന്നുള്ള ഒരു ധാരണയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവുക. ആ ഒരു ധാരണ പുറത്ത് തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു ആക്രമണത്തിനും അവർ തുനിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇന്ത്യ കൃത്യമായി സജ്ജമായി തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും. ഒരിക്കൽ സേനാ പിന്മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലേക്ക് ഇന്ത്യ എത്തിയിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ആക്രമണങ്ങളൊക്കെ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയിൽ തന്നെ കൃത്യമായി സുസജ്ജമായി തന്നെയായിരുന്നു രാജ്യം നിന്നിരുന്നത്.
അപ്പോൾ ആ ഒരു നീക്കമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ, വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ, അതിനു പിന്നാലെ ഒരു സമാധാന അന്തരീക്ഷമുണ്ട് എന്നുള്ളൊരു ധാരണയുണ്ടാക്കി അതിനുശേഷം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്താം എന്നുള്ളൊരു നീക്കത്തിലായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. അർജുൻ, നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇനിയും ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതണോ? അത്തരത്തിലുള്ളൊരു കരുതൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിന് വേണ്ട സുസജ്ജമായ നടപടികളൊക്കെ സ്വീകരിച്ച് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഇനിയും ഒരു ആക്രമണത്തിന് സാധ്യത നിലനിൽക്കുന്നുണ്ട് അല്ലേ? ഹിമ, നമ്മുടെ സൈന്യം ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം പ്രതീക്ഷിച്ച് തന്നെയാണ് അവിടെ നിലകൊള്ളുന്നതും അല്ലെങ്കിൽ തയ്യാറായി നിൽക്കുന്നതും മറ്റ് സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നതും. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ അവർ വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ ഈ വെടിനിർത്തൽ കരാർ അതിനെ ഒരിക്കലും അതിൽ വിശ്വസനീയമല്ല എന്നുള്ള കാര്യം, അതിനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ ആക്രമണ ശ്രമങ്ങൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൈനികരുടെ നീക്കങ്ങളും മറ്റ് വിന്യാസങ്ങളും ഡിപ്ലോയ്മെൻറ്റും അതിനനുസരിച്ച് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിനോടകം തന്നെ നമ്മൾ സേനാ പിന്മാറ്റം നടത്താത്തതിന് പ്രധാന കാരണങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യം ആയതുകൊണ്ട് തന്നെയാണ്. UN-ലടക്കം നമ്മളുടെ പ്രതിനിധി തെമ്മാടി രാജ്യം എന്ന് വിശേഷിപ്പിച്ച രാജ്യമാണ്. ഇത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളുടെ ഭരണകൂടം പോലെയുള്ളൊരു സ്ട്രക്ചർ അല്ല പാകിസ്ഥാനെ സംബന്ധിച്ച്. അവിടെ രാജ്യം ഭരിക്കുന്നത് സൈന്യമാണോ സർക്കാരാണോ എന്ന് പോലും ധാരണയില്ലാത്ത, രണ്ട് തട്ടിൽ അഭിപ്രായമുള്ള, രണ്ട് തട്ടിൽ രാജഭരണ രീതികളുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കരാർ, ഒരു ധാരണ ഉണ്ടാകുമ്പോൾ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് മണിക്കൂറുകൾ ഇനിയും നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു സേനാ പിന്മാറ്റത്തിന് മുമ്പ്. എന്തായാലും ഈ ഇപ്പോഴുള്ള സൈനിക വിന്യാസം അതെന്തായാലും പിന്മാറ്റം അതിൽ നിന്നും ഉണ്ടാവില്ല. സൈനിക നടപടികളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ പിന്നോട്ട് പോയിരിക്കുന്നത്. അതും പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യ സൈന്യത്തിന് നൽകിയിട്ടുമുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. ഒരിക്കലും തങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് എന്ന് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇത്തരത്തിലൊരു വെടിനിർത്തൽ ധാരണയായതിനു ശേഷവും വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. കാരണം അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിലൊരു വെടിനിർത്തലിലേക്ക് നീങ്ങണം. എത്രയായാലും നഷ്ടം പാകിസ്ഥാന് തന്നെയാണ്. പക്ഷേ അവർ വീണ്ടും അവരുടെ രാജ്യത്തെ ജനങ്ങളെ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏത് രീതിയിലുള്ള ആക്രമണം ഉണ്ടായാലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ സജ്ജമായി തന്നെയാണ് ഇന്ത്യൻ സേന നിൽക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകുമ്പോൾ അതൊരിക്കലും പാകിസ്ഥാന് ഗുണം ചെയ്യില്ല, അവർക്ക് തന്നെയാണ് ദോഷം ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒന്നിനെയും മുൻകൂട്ടി കാണാതെ വീണ്ടും ഒരു ആക്രമിക്കുന്ന നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും സ്ഥിതിഗതികളെല്ലാം കൃത്യമായി നിരീക്ഷിച്ച ശേഷം മാത്രം പാകിസ്ഥാനെതിരെ ഒരു തിരിച്ചടി ഏത് രീതിയിൽ വേണം എന്നുള്ളത് ആലോചിക്കുകയാണ് രാജ്യം.